താങ്ക് യു. ആദ്യമായിട്ട് ഇത്തരം ഒരു അവസരം തന്ന സിജിക്ക് നന്ദി പറയുകയാണ്. ഈ ലോയുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിലേക്ക് എന്നെ ക്ഷണിക്കുവാൻ ഒരുപക്ഷെ കാരണം ഈ റീസെന്റ് ആയിട്ട് ലോ ഗ്രാജുവേറ്റ് ചെയ്യപ്പെട്ട സിജിയുടെ റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലക്കായിരിക്കും. ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഈവനിങ് പ്രോഗ്രാം എല്ലാ ദിവസവും 5:30 മുതൽ 9 വരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് ഞാൻ ചെയ്തത്. ഒരു പക്ഷെ അതായിരിക്കും എന്നെ ഈ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചത്. ഒരു ലോ ഗ്രാജുവേറ്റ് എന്നുള്ള ആൾ നിലക്ക് തന്നെ ക്ലാറ്റും ഐലറ്റും സംസാരിക്കട്ടെ എന്നുള്ള നിലക്ക്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ക്ലാറ്റ് ദേശീയ തലത്തിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലെ UG പ്രോഗ്രാമിനും PG പ്രോഗ്രാമിനും വേണ്ടി നടക്കുന്നതാണ്. രണ്ടും 2 പരീക്ഷകളായിരിക്കും. അതേസമയം സിലബസിൽ സ്വാഭാവികമായിട്ടും ഓരോന്നിലും വ്യത്യാസം ഉണ്ടാവും. ഈ ക്ലാറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കൺസോർഷ്യം ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, ആ റെപ്രസെന്റിങ് യൂണിവേഴ്സിറ്റികളെ, ഈ 24ഓളം യൂണിവേഴ്സിറ്റികളുടെ റെപ്രസെന്റേറ്റീവ്സ് ചേർന്ന കൺസോർഷ്യമാണ് ക്ലാറ്റ് സംഘടിപ്പിക്കുന്നത്. പല അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റികളും പല ഓർഗനൈസേഷനുകളും പല കോർപ്പറേറ്റുകളും ക്ലാറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷനുകളും റിക്രൂട്ട്മെന്റുകളും നടത്തുന്നുണ്ട്. എല്ലാ അഡ്മിഷനും 5-year ഇന്റഗ്രേറ്റഡ് LLB, അതുപോലെ LLM പ്രോഗ്രാം 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ ലീഗൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലൊരു കൺസോർഷ്യം ഫോം ചെയ്യാനുണ്ടായ സാഹചര്യം, ലീഗൽ റിഫോംസ്, ലീഗൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ഫസ്റ്റ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി, അത് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരുവിൽ 1987 സ്ഥാപിതമാകുന്നത്. പിന്നീട് ഒരു 10 വർഷം എടുത്തു ഹൈദരാബാദിലെ നാഷണൽ അക്കാഡമി ഓഫ് ലീഗൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഫോം ചെയ്യുവാനായിട്ട്. അത് 1998 രൂപീകൃതമാകുന്നത്. പിന്നീട് വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ ഫോം ചെയ്തു. ഇതിന്റെ ഒരു പ്രത്യേകത, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ ചീഫ് ജസ്റ്റിസ് ഓഫ് റെപ്രസെന്റേറ്റീവ് സ്റ്റേറ്റോ ആയിരിക്കും അത് ചാൻസലറായി വരുന്നത്. ഈ ലക്നൌയിലും റായ്പൂരിലും ഹരിയാനയിലെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. ചീഫ് മിനിസ്റ്ററും ഗവർണറുമാണ് അതിന്റെ ചാൻസലേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യം ആ 2 യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിലുണ്ട്. അപ്പോ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മറ്റ് ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളായ IIM-കളുടെയും IIT-കളുടെയും ഒരു സ്റ്റൈലിലാണ്. അത് ലീഗൽ എഡ്യൂക്കേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റുക എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, ഇന്ത്യ രാജ്യത്തിന് മാത്രമാണ് ഇങ്ങനെ ലീഗൽ ഡിസിപ്ലിനിലുള്ള യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ലീഗൽ ഡിസിപ്ലിൻ മാത്രമുള്ള യൂണിവേഴ്സിറ്റീസ് ഉള്ളത് എന്നൊരു പ്രത്യേകത കൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ 23 നാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഒഴികെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ക്ലാറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് പ്രവേശനം നേടുന്നത്. നമുക്കറിയാം, ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റെതായ ഐലറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. 1987 മുതൽ 2007 വരെ 7 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളാണ് അവരുടേതായ രീതിയിൽ ടെസ്റ്റ് നടത്തിയിരുന്നത്. പക്ഷെ പിന്നീട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യപ്പെട്ടു സുപ്രീം കോടതിയിൽ. അപ്പൊ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ആ കേസിലെ ഡിമാൻഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ലീഗൽ സ്റ്റഡീസിന് വേണ്ടി വേണം. അങ്ങനെ 2008 7 നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ തമ്മിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയും സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും UGC റെപ്രസെന്റേറ്റീവ് ഒക്കെ ചേർന്നിട്ടുള്ള സിസ്റ്റം ഫോം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ക്ലാറ്റ് 2008 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ബേസിൽ ഓഫ്ലൈൻ ആയിട്ട് നടക്കുകയാണ്. അത് 2014 വരെ കണ്ടിന്യൂ ചെയ്തു. 2015 ഇതൊന്ന് റിവൈസ് ചെയ്ത് മറ്റ് യൂണിവേഴ്സിറ്റികളെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നു. 2015 ഈ കൺസോർഷ്യത്തിന്റെ വിത്ത് പാകപ്പെടുന്നത്.
അപ്പൊ അങ്ങനെ തുടർച്ചയായ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏറ്റവും അവസാനം ഇപ്പൊ ആ കൺസോർഷ്യം ആ കേസ് നമ്മുടെ ക്ലാറ്റ് എക്സാം നടത്തുന്ന പ്രൊസീജിയറുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഈ കൺസോർഷ്യത്തെ ഒരു നിയമപരമായ ഒരു എൻറ്റിറ്റി, ലീഗൽ എൻറ്റിറ്റി ആക്കി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിലെ കർണാടക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. കാരണം ഒന്നാമത്തെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരുവിൽ ആയതുകൊണ്ട് ഈ കൺസോർഷ്യത്തിന്റെ ഹെഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടേക്കുന്നത് ബാംഗ്ലൂരിലെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരമാണ്. 16 നാഷണൽ ലോ യൂണിവേഴ്സിറ്റി അതിലേക്ക് ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവയും അതിൽ ചേർന്ന് ആ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരുടെ ഈ കൺസോർഷ്യത്തിന്റെ മെയിൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് ഒരു 4-5 എണ്ണം അത് ഏറ്റവും ചുരുക്കി എടുത്തേക്കാണ്. അവർ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ ടു മേക്ക് ഇന്ത്യൻ ലീഗൽ എഡ്യൂക്കേഷൻ കമ്പയറബിൾ വിത്ത് ദ മോസ്റ്റ് റെപ്യൂട്ടഡ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ. അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളുമായി കിടപിടിക്കാവുന്ന രൂപത്തിലുള്ള ഒരു നിയമ വിദ്യാഭ്യാസം നമ്മളുടെ രാജ്യത്ത് ഉണ്ടാക്കുക എന്നുള്ളത് കൂടിയാണ് കൺസോർഷ്യം ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇനിഷ്യേറ്റ് ആൻഡ് പ്രൊമോട്ട് റിഫോംസ് ഇൻ ലീഗൽ എഡ്യൂക്കേഷൻ, നിയമവിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ ലേണിംഗ് ആൻഡ് നോളജ് ഓഫ് ലോ ആൻഡ് ലീഗൽ പ്രോസസ് ആൻഡ് ദെയർ റോൾ ഇൻ നാഷണൽ ഡെവലപ്മെന്റ്, ദേശീയ വികസനത്തിന് വേണ്ടിയിട്ട് നിയമവിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ നാഷണൽ യൂണിവേഴ്സിറ്റികൾ തമ്മിൽ ഒരു ബെറ്റർ കോഓർഡിനേഷൻ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമായിട്ട് ഒരു കോഓർഡിനേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇതിന്റെ ലക്ഷ്യമാണ്. അതുപോലെ യൂണിവേഴ്സിറ്റികൾക്ക് അഡ്വൈസ് കൊടുക്കുക, മറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അക്കാഡമിഷ്യൻസിനും ടീച്ചിങ്ങിനും ഇന്നോവേറ്റീവ് കരിക്കുലം ഉണ്ടാക്കുക. കാരണം ലോകം മാറുന്നതിനനുസരിച്ച് നിയമം മാറുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു കാലത്തുള്ള നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ അത് കരിക്കുലത്തിലും കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റം വരാനുണ്ട്. നമ്മൾ 2024 കണ്ട ഒരു പ്രത്യേകതയാണ് നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങളെല്ലാം മാറ്റി. അപ്പൊ ആ ക്രിമിനൽ നിയമങ്ങൾക്ക് അനുസരിച്ച് രാജ്യത്തെ ലോ വിദ്യാഭ്യാസത്തിൽ, നിയമം വിദ്യാഭ്യാസത്തിൽ ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഒക്കെ സ്ഥാനത്ത് BNS-ഉം BNSS-ഉം അതുപോലെ തെളിവുകളുടെ പുതിയ സാക്ഷ്യ നിയമവും ഒക്കെ വന്നു. അപ്പൊ അതൊക്കെ കരിക്കുലത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഇവരുടെ അക്കാഡമിക് സിലബസിനകത്തേക്ക് മാറ്റുന്ന കാര്യം കൂടി ഇവര് ചെയ്യുന്നുണ്ട്. ഏറ്റവും 5-മതായിട്ട് കുറച്ച് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഈ ക്ലാറ്റ് എന്ന് പറയുന്ന എക്സാമിന്റെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളും മോണിറ്ററിങ്ങും. ഈ കാര്യങ്ങൾ ഈ കൺസോർഷ്യത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇതൊക്കെയാണ്: നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു, നെൽസൺ ഹൈദരാബാദ് എന്ന് തുടങ്ങുന്ന, നമ്മൾ ജസ്റ്റ് ആ സൈറ്റിലേക്ക് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളെ മറ്റ് നിയമ പഠനശാലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ഒന്ന്, പ്രസ്റ്റീജ് ആൻഡ് റെപ്യൂട്ടേഷൻ ആണ്. നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആർ കൺസിഡേർഡ് ദ IITs ആൻഡ് IIMs ഓഫ് ലോ. നമുക്കറിയാം ആ IITസിലെയും IIM-ലെയും പഠന രീതികൾ ലോകത്തുണ്ടാകുന്ന ടെക്നോളജിയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഏറ്റവും ആദ്യം നമ്മളുടെ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനം IIT-കളാണ്. അതുപോലെ IIM എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് മേഖലയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസമാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം നിയമമേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വേൾഡ് ക്ലാസ് ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് ഹാവ് ബിൽഡ് എ സ്ട്രോങ് റെപ്യൂട്ടേഷൻ നാഷണലി ആൻഡ് ഇന്റർനാഷണലി. അതുപോലെ മെറിറ്റ് ബേസ്ഡ് അഡ്മിഷൻ, അങ്ങനെ എവിടെന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ക്ലാറ്റ് എന്ന് പറയുന്ന കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റിലൂടെ എല്ലാവരെയും സ്റ്റുഡൻസിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ എന്നുള്ള നിലക്ക് അഡ്മിഷൻ കൊടുക്കുന്നു. മൂന്നാമത്തത് ഫാക്കൽറ്റി ആൻഡ് കരിക്കുലം. അവിടുത്തെ ഫാക്കൽറ്റീസ്, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റീസ് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള, ഒരു പക്ഷേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ ലോ മേഖലയിലെ ഉന്നതരായ ആളുകളോ വിദേശ ഫാക്കൽറ്റികളോ ഒക്കെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ ഫാക്കൽറ്റീസ് ആയിട്ട് വരാറുണ്ട്. അവർക്കൊരു ഇന്റർ ഡിസിപ്ലിനറി കരിക്കുലം ഉണ്ട്. ലൈബ്രറി ലാബ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ 30,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ലൈബ്രറികളും
ഏകദേശം 70,000-ഓളം ബുക്കുകളും ഒരേ സമയം 600-ഓളം പേർക്ക്, നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു വലിയൊരു ഓഡിറ്റോറിയത്തില് ഒരു സദ്യ നടക്കുന്ന എഫക്റ്റാണ്. 600-ഓളം പേർക്ക് ഒരേ സമയം ബുക്കുകൾ ആക്സസ് ചെയ്യാവുന്ന, ലൈബ്രറി ആക്സസ് ചെയ്യാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഈ പറയുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ, ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ സംവിധാനമുണ്ട്. അതുപോലെ പ്ലേസ്മെന്റ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇവരുടെ പ്ലേസ്മെന്റ് വിഭാഗം വളരെ സ്ട്രോങ് ആണ്. കാരണം അലുമിനി അവിടെ പഠിച്ചവർ സ്ട്രോങ് ആണ്. മറ്റു തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും പഠന സമയത്ത് ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞ സമയത്ത് ക്ലാസ്സുകൾ തുടങ്ങുന്നു, അവസാനിക്കുന്നു, അവരുടെ റിസൾട്ടുകൾ ടൈം ബൗണ്ട് ആയിട്ട് വരുന്നു, ക്യാമ്പസുകളിലേക്ക് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് പല കോർപ്പറേറ്റും വരുന്നു. അപ്പോൾ ദേശീയ പ്രാധാന്യമുള്ള അതുപോലെ ഇന്റർനാഷണൽ ആയിട്ടുള്ള പല കോർപ്പറേറ്റ്സും ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഇവർ വർക്ക് ചെയ്യുന്നത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള നാഷണൽ ലെവലിലുള്ള ലോ ഫേംസിലും ഇന്റർനാഷണൽ ആയിട്ടുള്ള ഫേംസിലും, അതുപോലെ തന്നെ ഗവൺമെന്റ് സെക്ടറിൽ ONGCയിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലും ഭാരത് പെട്രോളിയത്തിലും, അതുപോലെ വിവിധങ്ങളായ മേഖലകളിൽ ലോ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോ നമ്മളുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ കാര്യത്തിൽ ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിക്കൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് തുടങ്ങുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട, കോപ്പി റൈറ്റുമായി ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് വളരെ അടുത്ത ബന്ധമാണുള്ളത്. കാരണം ഇപ്പോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എല്ലാ ലോ കോളേജുകളിലും അല്ലെങ്കിൽ എല്ലാ ലോ യൂണിവേഴ്സിറ്റികളിലും വളർന്നു വരുന്ന ഒരു വിഭാഗമായതുകൊണ്ട്, അപ്പൊ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും കരിയർ ഓപ്പർച്യൂണിറ്റീസും നാഷണൽ ലോ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരിക്കും. അതുപോലെ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ എക്സ്പോഷർ, സ്റ്റുഡൻസിന് മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ, ഒരു ലോ പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂട്ട് കോർട്ട്. അതായത് സാമ്പിൾ ആയിട്ട് കേസുകൾ പഠിച്ച് പ്രസന്റ് ചെയ്യുക. അത് ഫോറും എഗെയിൻസ്റ്റും ജഡ്ജും, ഈ 3 സീറ്റിലും കുട്ടികളെ ഇരുത്തിക്കൊണ്ട്, ലോ സ്റ്റുഡൻസിനെ ഇരുത്തിക്കൊണ്ട് അവര് മൂട്ട് കോർട്ട് എന്ന് പറയുന്ന ഒരു സാമ്പിൾ കോർട്ട്, അപ്പൊ ഇന്ത്യയിൽ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു കേസായിരിക്കും അവർക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. ചിലപ്പോൾ മുല്ലപ്പെരിയാർ കേസ്, നമ്മൾ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ മുല്ലപ്പെരിയാർ കേസ്, അല്ലെങ്കിൽ ശബരിമല കേസ്, അല്ലെങ്കിൽ ദേശീയ പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും അയോധ്യ കേസോ അങ്ങനത്തെ മറ്റേതെങ്കിലും ഒരു കേസോ സ്റ്റുഡൻസിന്റെ കയ്യിൽ കൊടുക്കുകയും ഒരാൾ ഫോറായിട്ടും ഒരാൾ എഗെയിൻസ്റ്റ് ആയിട്ടും ഒരാൾ ജഡ്ജായിട്ടും വർക്ക് ചെയ്യുന്ന രൂപത്തിൽ കേസിനെ പഠിച്ച് പ്രസന്റ് ചെയ്യുക. ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന വിധിയാണെങ്കിൽ പോലും ആ കേസിനെ വ്യത്യസ്തമായ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ജഡ്ജായിട്ടിരിക്കുന്ന ആൾക്ക് വേറൊരു രൂപത്തിൽ അതിന്റെ ജഡ്ജ്മെന്റ് വരെ നടത്തുവാൻ സാധിക്കും. അപ്പൊ അത്തരം കോമ്പറ്റീഷൻസ് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളെ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ പഠനം നടക്കും. കാരണം ക്ലാസ്സുകളൊന്നും കാര്യമായിട്ട് അവർക്ക് മിസ്സാകുന്നില്ല. അതൊക്കെ കോർപ്പറേറ്റ്സിന് ഒരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. കാരണം പഠിപ്പിച്ച ആളുകളും വളരെ ഉയർന്ന നിലവാരമുള്ള ക്യാമ്പസ്, നല്ല നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റുകൾക്കും ഇവരോട് വലിയ താല്പര്യമായിരിക്കും. അലുമിനി നെറ്റ്വർക്ക് കഴിച്ച് ഇറങ്ങി വന്ന ആളുകൾക്ക് അലുമിനി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആ അലുമിനീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ അടുത്ത വർഷത്തെ ക്യാമ്പസ് ഇന്റർവ്യൂവില്, ക്യാമ്പസ് പ്ലേസ്മെന്റിൽ പങ്കെടുക്കുന്നതായിരിക്കും. അപ്പൊ അത്തരത്തില് വളരെ നല്ല വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയർ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ ലഭ്യമാണ്. കൺസോർഷ്യം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഉണ്ടാക്കിയ രീതിയും എത്ര ലോ യൂണിവേഴ്സിറ്റികൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി കോഴ്സസ് ഇൻ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ജസ്റ്റ് BA LLB 5 ഇയർ പ്രോഗ്രാമും ചിലയിടങ്ങളിൽ 3 ഇയർ പ്രോഗ്രാമും ചിലപ്പോൾ LLM പ്രോഗ്രാമും ഒക്കെയാണ് നടക്കുന്നത്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായ 5 ഇയർ ഹോണേഴ്സ് പ്രോഗ്രാമാണ് ലോ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്. BA LLB നടക്കുന്നുണ്ട്. BSc LLB ആധുനിക IT ആക്ടും ഇതൊക്കെ ഡിക്ലെയർ ചെയ്തതിന് ശേഷം BSc LLB എന്ന് പറയുന്നത് പല ലോ യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഒരു ലോ യൂണിവേഴ്സിറ്റിയിൽ സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ മറ്റൊരു ലോ യൂണിവേഴ്സിറ്റിയിലെ BSc LLB ക്രിമിനോളജി ആൻഡ് സൈബർ ഫോറൻസിക് ആണ്. BBA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BSW LLB ഉണ്ട്. അതുകൂടാതെ 3 ഇയർ LLB പ്രോഗ്രാമും ചില നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലുണ്ട്. ഈ പറയുന്ന പ്രോഗ്രാമുകളും എല്ലാം ഉണ്ട് എന്നുള്ളതല്ല,
കോർപ്പറേറ്റുകളുടെയും സൊസൈറ്റികളുടെയും ആവശ്യത്തിനനുസരിച്ച് കുട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് ഒരുത്തം BSW അല്ലെങ്കിൽ BSc LLB കമ്പ്യൂട്ടർ സൈബർ സെക്യൂരിറ്റിക്കും ഒക്കെ ഓപ്ഷൻ കൊടുത്ത് ചേരാവുന്നതാണ്. അതുപോലെ റിസർച്ച് ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്. മറ്റൊരു പ്രത്യേകത ഉള്ളത്, ദേശീയ തലത്തിൽ LLM പ്രോഗ്രാമിന്റെ, മാസ്റ്റർ ഓഫ് ലോ പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ 2 ഇയർ ആവുമ്പോൾ പരമാവധി ലോ യൂണിവേഴ്സിറ്റികളിൽ LLMന്റെ ഡ്യൂറേഷൻ 1 ഇയർ ആണ്. എന്നാൽ ചില ലോ യൂണിവേഴ്സിറ്റികൾ 2 ഇയർ LLM നടത്തുന്നുണ്ട്. മെജോറിറ്റി 1 ഇയർ പ്രോഗ്രാമാണ്. അത് സംബന്ധിച്ച ഒരു സ്റ്റേ അവർ വാങ്ങിയിട്ടുണ്ട്. 2 ഇയർ ആക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധിക്ക് സ്റ്റേ വാങ്ങിക്കൊണ്ട് LLM പ്രോഗ്രാം സ്റ്റിൽ 1 ഇയർ ആയിട്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ മാത്രം നടന്നു വരുന്നുണ്ട്. അതുപോലെ PhDയും പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പും LLD പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പോലുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അത് ചില നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്ര വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള അക്കാഡമിക് മേഖലയിലുള്ള ആളുകൾക്ക് അവരുടെ എൻറിച്ച്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് PhDക്ക് ശേഷമുള്ള LLD പ്രോഗ്രാമുകൾ. കേരളത്തിൽ എവിടെയും ഒന്നും അങ്ങനെ ഉള്ളതായിട്ട് അറിവില്ല. PhD പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് പ്രോഗ്രാം നമ്മുടെ കേരളത്തിന്റെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയായ ന്യൂവാൽസിലുണ്ട്. അതുപോലെ മാസ്റ്റർ ഓഫ് സൈബർ ലോ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, ഇത് ആക്ച്വലി നിയമ ബിരുദമല്ല, അത് അതേസമയം നിയമ മേഖലയിൽ കിട്ടേണ്ട അറിവുകൾ പഠിപ്പിക്കുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളുണ്ട്. PhD ഇൻ സോഷ്യൽ സയൻസ്, PhD ഇൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഇൻ ലോ, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകൾ ധാരാളം നടത്തുന്നുണ്ട്. വ്യത്യസ്ത ലോ യൂണിവേഴ്സിറ്റികൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പ്രിസൺ അഡ്മിനിസ്ട്രേഷൻ, ചൈൽഡ് റൈറ്റ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ, അതുപോലെ മൈൻസ് ആൻഡ് മിനറൽസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, ഹെൽത്ത് ലോ, കോർപ്പറേറ്റ് ലോ, സൈബർ ലോ, ട്രൈബൽ ലോ. ട്രൈബൽസുമായി ബന്ധപ്പെട്ട കുറെ ലോസ് ഉണ്ട്. അത് എൻവയോൺമെന്റ് ലോയിന്റെ ഭാഗമായിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ട്. കാരണം ഒരു എന്താ പറയാ, ആദിവാസി വംശജരുടെ ഭൂമി അല്ലെങ്കിൽ അവരെ വേറൊരു സെറ്റിൽമെന്റിലേക്ക് കൊണ്ടുവന്നാൽ അത് തിരിച്ച് അവരെ ആ സെറ്റിൽമെന്റിൽ നിന്ന് അവർക്ക് മതിയായി തിരിച്ച് കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് നമ്മുടെ സഭകൾ പാസ്സാക്കിയ നിയമങ്ങളുടെ അടിസ്ഥാനം. അപ്പൊ ആ ട്രൈബൽസുമായി ബന്ധപ്പെട്ട കുറെ ലോസ് ഉണ്ട്. അതുപോലെ MBA കോർപ്പറേറ്റ് ഫിനാൻസ് ഉണ്ട്, BA ലോ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, റാങ്കിംഗ് ഫ്രെയിംവർക്ക് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പ് വരുന്നത് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റിയാണ്. അതിനുശേഷം വരുന്നത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയാണ്. പിന്നെ നൽസർ ഹൈദരാബാദ് ആണ്, വെസ്റ്റ് ബംഗാൾ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു 22 എണ്ണമാണ് ഞാനിപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ആ ആദ്യത്തെ 22 എണ്ണം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 13ാമത്തെ സ്ഥാനത്ത് നമ്മളുടെ കുസാറ്റ് കയറിയിട്ടുണ്ട്. കുസാറ്റ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി അല്ല. അത് വെച്ച് നിർത്തിയാല് ഈ 22 എണ്ണത്തില് മഹാഭൂരിപക്ഷവും നമ്മൾ നേരത്തെ പറഞ്ഞ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിന്റെ ലിസ്റ്റിനകത്ത് ടോപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേക്കുള്ള എലിജിബിലിറ്റിയാണ് നമ്മൾ ഇനി പറയുന്നത്. ക്ലാറ്റ് UG എഴുതണമെങ്കിൽ 45% മാർക്ക് ഉണ്ടായാൽ മതി 10+2-ന്. അതുപോലെ 40% SC STക്കും മറ്റ് PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്കും OBC-കാർക്ക് 42% എന്ന് പറയുന്ന ഒരു ക്ലോസ് കൂടി ഹൈലൈറ്റിനകത്ത് കൊടുക്കുന്നുണ്ട്. ക്വാളിഫയിങ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യുന്നവർക്കും ഈ വർഷം എഴുതാവുന്നതാണ്. ഈ വർഷം നല്ല എല്ലാ കൊല്ലവും അവരെ അനുവാദം കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ മറ്റൊരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത് 26-27 എന്ന് പറയുന്ന അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുക്കേണ്ട പ്രോഗ്രാമുകളിൽ ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സംഗതികൾ 2 ലോ എൻട്രൻസിൻ്റെതാണ് എന്ന് ആ പ്രത്യേകത കൂടി നമ്മൾ ശ്രദ്ധിക്കാം. മറ്റ് ചില എൻട്രൻസുകളൊക്കെ വിളിച്ചു തുടങ്ങി, എന്നാലും ഏറ്റവും ആദ്യം ഏതാണ്ട് വിളിച്ചത് ഈ 2 സംഗതികളാണ്, ക്ലാറ്റും ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പൊ UG 2026 നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞു. ആ ടെസ്റ്റ് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റാണ്. 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ മാർക്ക് വീതമാണ്. ഇതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് 25%. അപ്പൊ ആ പ്രത്യേകതകളൊക്കെ ഒരു എഴുതാൻ പോകുന്ന സ്റ്റുഡന്റ് അറിയേണ്ടതുണ്ട്. ചില എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് 33.33% നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ക്ലാറ്റിനും ഐലറ്റിനും അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. അതേസമയം CUET എൻട്രൻസ് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അവിടെ 20% മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. അപ്പൊ ഈ പറയുന്ന സബ്ജക്റ്റുകളിലാണ് എക്സാമിനേഷൻ ഉള്ളത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, കറണ്ട് അഫയേഴ്സ്,
ഇൻക്ലൂഡിംഗ് ജനറൽ നോളജ്, ലീഗൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് മാക്സിമം നന്നായി ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് തെറ്റുകൾ വരുത്താതെ ഇരിക്കാൻ നോക്കുക. നമ്മുടെ കുസാറ്റിന്റെ എൻട്രൻസ് ഒക്കെ എഴുതിയപ്പോൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് ലോജിക്കൽ റീസണിങ്ങും ആ ന്യൂമറിക്കൽ എബിലിറ്റിയും ഒറ്റ ക്വസ്റ്റ്യനും തെറ്റാതെ ചെയ്തു. എന്നാൽ മറ്റു ഭാഗങ്ങൾ വളരെ ഒട്ടും നഷ്ടപ്പെടാത്ത രൂപത്തിലും ആൻസർ ചെയ്തു. അപ്പൊ അത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നെറ്റിൽ അവൈലബിൾ ആണ്. ഈ സൈറ്റിനകത്ത് കൺസോർഷ്യത്തിന്റെ സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് കിട്ടും. ആ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓരോന്നിന്റെയും നമുക്ക് അവരുടെ നോട്ടിഫിക്കേഷൻസ്, അതാത് കൊല്ലം വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ അഡ്മിഷന്റെ ഒരു പ്രത്യേകത ഉള്ളത്, നമുക്ക് അഡ്മിഷനിലേക്ക് പിന്നെ വരാം. ലാംഗ്വേജിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കോംപ്രിഹെൻഷൻ പാസേജ് തരും. അതിൽ നിന്ന് ഇൻഫറൻസസിൽ എത്തണം. കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ദി പാസേജ്, സമ്മറൈസ് ദി പാസേജ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ് ആൻഡ് വ്യൂ പോയിന്റ്സ്. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ അകത്ത് നമുക്ക് വരുന്നത് ആർട്ട് ആൻഡ് കൾച്ചർ ഉണ്ട്, കോണ്ടംപററി ഇവന്റ്സ് ഇൻ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഇന്റർനാഷണൽ അഫയേഴ്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് ഓഫ് കണ്ടിന്യൂയിങ് സിഗ്നിഫിക്കൻസ്. അപ്പൊ ഇത്തരം കാര്യങ്ങള് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങളിൽ നിന്ന് നമ്മൾ കാണണം. ദെൻ ലീഗൽ റീസണിങ് ആണ്. അത് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു നിയമ ഗ്രാജുവേറ്റ് ആയിട്ടൊന്നുമല്ല എഴുതുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ, ആ കോണ്ടെക്സ്റ്റിനെ തന്നിരിക്കുന്ന പാസേജിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടി വരിക. ലോജിക്കൽ റീസണിങ് മിക്കവാറും എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമുകളിലും ഒരു ഭാഗമായി വരാറുള്ളതാണ്. ഏതായാലും അബ്സ്ട്രാക്ട് റീസണിങ് ഈ ലോയിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ലോജിക്കൽ റീസണിങ്ങിന് വളരെ പ്രസക്തി ഉള്ളതുകൊണ്ട് ലോജിക്കൽ റീസണിങ് ഇതിലെ ടെസ്റ്റിലെ ഒരു സബ്ജക്റ്റ് ആണ്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇതിലെ ഒരു സബ്ജക്റ്റ് ആണ്. ഇതിലെ മാക്സിമം മാർക്ക് 120 ആണ്. 2 മണിക്കൂറാണ്. 120 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. സബ്ജക്ട് ഏരിയക്ക് വെയിറ്റേജ് കൊടുക്കുന്നത് അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഓരോ സബ്ജക്റ്റിനും ഇത്ര ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓഫ്ലൈൻ മോഡിലാണ് പരീക്ഷ നടക്കുക. ഓൺലൈനിലൂടെ മാത്രമാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എക്സാം ഈസ് ഷെഡ്യൂൾഡ് ഓൺ 7th December 2025. സെന്റേഴ്സ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ എണ്ണം വളരെ കുറവാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ സിറ്റി അനുവദിക്കുന്ന സിറ്റിക്ക് ചിലപ്പം മാറ്റം വന്നേക്കാം. ഫോറിൻ നാഷണൽസിനും എല്ലാ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലും സീറ്റുകളുണ്ട്. 5 സീറ്റ് ഫോറിൻ നാഷണൽസിനും 5 സീറ്റ് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യക്കും റിസർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാശ്മീർ മൈഗ്രൻസിന് ഒക്കെ സെപ്പറേറ്റ് സീറ്റ് ഉണ്ട്. അപ്പൊ അതൊക്കെ സൂപ്പർ ന്യൂമറി സീറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ്. ഈ സീറ്റുകളെല്ലാം അവര് ക്ലാറ്റ് എക്സാം എഴുതേണ്ടതില്ല. അതേസമയം അപ്ലൈ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് 65% മാർക്ക് വേണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. 45 നാഷണൽ സ്റ്റുഡൻസിന് വരുമ്പോൾ ഇവർക്ക് 65% അവർ എലിജിബിലിറ്റി ടെസ്റ്റിനകത്ത് നേടിയിട്ടുണ്ടാവണം. ഈ എക്സാമിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ടൈ വരികയാണെങ്കിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് ടൈ ബ്രേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് ടൈ ബ്രേക്കിന് നോക്കുന്നത് ഹയർ ഏജ് ആണ്. മൂന്നാമതായിട്ട് നോക്കുന്നത് അതിന്റെ ലോട്ട്, കമ്പ്യൂട്ടർ എടുക്കുന്ന ലോട്ടായിരിക്കും. മറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ടൈം പറഞ്ഞു, August 1-ാം തീയതി ഓപ്പൺ ആയിരിക്കുന്നു. 31st October ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. 31st October ആപ്ലിക്കേഷൻ ക്ലോസ് ആവും. ആപ്ലിക്കേഷൻ വളരെ ശ്രദ്ധാപൂർവം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യില്ല. അതിൽ അപ്ലോഡ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മളുടെ സിഗ്നേച്ചറും പിന്നെ മറ്റു ചില ഡോക്യുമെന്റ്സ്, അതായത് പ്രത്യേകിച്ച് EWS, OBC NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, അതൊക്കെ സെൻട്രൽ ഗവൺമെന്റിന് കണക്കാക്കിയിട്ടുള്ളത് വാങ്ങേണ്ടതുണ്ട്. അപ്പൊ ഇത് സീറ്റുകൾ ഇങ്ങനെ സെൻട്രൽ അലോട്ട്മെന്റ് ആണെങ്കിൽ പോലും അതാത് സ്റ്റേറ്റുകളിലെ ആളുകൾക്ക് 50% റിസർവേഷൻ, അതിന്റെ അകത്ത് തന്നെ ഇന്റേണൽ ആയിട്ടുള്ള വേറെ റിസർവേഷൻ കൊടുക്കും. ഫോർ എക്സാമ്പിൾ നുവാൽസിന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നുവാൽസിനകത്ത് ഉള്ള സീറ്റ് എത്രയാണോ ആ സീറ്റിന്റെ പകുതിയോളം
കേരളത്തിലെ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും. ആ കേരളത്തിലെ കാൻഡിഡേറ്റ്സിനെ മാറ്റിവെക്കുന്ന റിസർവേഷൻ സീറ്റുകള് കേരളത്തിലെ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന സീറ്റുകളിൽ നിന്ന് ജനറൽ ഉണ്ടാവും, ഈഴവ ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, ലാറ്റിൻ കാത്തലിക് ഉണ്ടാവും. ആ ഒരു രൂപത്തിലുള്ള കേരളത്തിന്റെ റിസർവേഷൻ ബേസ് ചെയ്തിട്ടുള്ള സീറ്റ് അലോട്ട്മെന്റ് ആയിരിക്കും അവര് കൊടുക്കുക. OBCയും SC/STയും EWS ഒക്കെ. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് വൺസ് അഗൈൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, SC/ST OBCയുടെ കാര്യങ്ങള്, കോമ്പിറ്റന്റ് അതോറിറ്റിയിൽ നിന്നുള്ള പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അപ്പൊ നമ്മൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആ പറയുന്ന സ്പെസിഫിക് ടൈമിൽ നമുക്കത് ഒഡ്യൂസ് ചെയ്യാൻ വേണ്ടിയും സാധിക്കണം. ഫീസ്, ആപ്ലിക്കേഷൻ ഫീ തന്നെ 4000 രൂപയാണ്. SC/ST വിഭാഗങ്ങൾക്ക് 3500 രൂപയാണ്. ചില ഇളവുകൾ EWSനും BPL കാർഡുകാർക്കും ഒക്കെ അനുവദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റികളിൽ. ഈ ആപ്ലിക്കേഷൻ ഫീസ് കൊടുത്തത് മറ്റു തരത്തിൽ അഡ്ജസ്റ്റബിൾ അല്ല. ഹാൾ ടിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണം. എലിജിബിലിറ്റി നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്. ഇതാ സാധനം കൺസോൾഡേറ്റ് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് 10/11, എക്സാം ഡേറ്റ് 14/12. സോറി, ഇത് ഐലറ്റിലാണ് കേട്ടോ. ഐലറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് 10/11 എക്സാം ഡേറ്റ് 14/12 ഡൽഹി നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ആക്ട് 1/2008 പ്രകാരം എസ്റ്റാബ്ലിഷ് ചെയ്താണ്. BA LLBക്ക് 110+10 സീറ്റ്. ആ 10 എന്ന് പറയുന്നതാണ് ഫോറിൻ നാഷണൽസിനും പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനും വേണ്ടിയിട്ടുള്ളത്. അവർക്ക് ഐലറ്റ് എഴുതേണ്ടതില്ല. അതേസമയം 65% എലിജിബിലിറ്റി ഉണ്ടാവണം. അതുപോലെ LLM 1 ഇയർ നോൺ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണ്. 70+10 സീറ്റുകളാണ്. കേരളത്തിലെ ഏറ്റവും അടുത്തുള്ള ടെസ്റ്റ് സെന്റേഴ്സ് എന്ന് പറയുന്നത് കൊച്ചിയും തിരുവനന്തപുരവും ബാംഗ്ലൂരുവും ചെന്നൈയുമാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ഫീ 3000 രൂപയാണ്. ഫോറിൻ നാഷണൽസിനൊക്കെ ഫീസ് കൂടുതലായിരിക്കും. അവർക്ക് മറ്റൊരു ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസോൾവൻസി പ്രോഗ്രാം PGIM എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. മാസ്റ്റർ ഓഫ് ആർട്സ്, മാസ്റ്റർ ഓഫ് ലോസ്, ജോയിന്റ് മാസ്റ്റേഴ്സ് LLM പ്രോഗ്രാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഓൾ ഇന്ത്യ എൻട്രൻസ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അത് വേറെ എൻട്രൻസ് വഴിക്കാണ് എടുക്കുക. ഐലറ്റ് എന്ന് നമ്മൾ പറഞ്ഞത് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് +2 കഴിഞ്ഞതിന് ശേഷമുള്ള 5 ഇയർ LLBക്കും അതുപോലെ 1 ഇയർ LLM മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ബാക്കി പ്രോഗ്രാംസും അവിടെ നടക്കുന്നുണ്ട്. അതിന് ഓൾ ഇന്ത്യ ലോ ടെസ്റ്റ്, ഓൾ ഇന്ത്യ എൻട്രൻസ് ടെസ്റ്റ്, L എന്ന വാക്ക് അവിടെ ഉണ്ടാവില്ല. ഈ സീറ്റ് മെട്രിക്സ് ഈ രൂപത്തിലാണ് വിഭജിച്ചിരിക്കുന്നത്. ജനറല് 50, അങ്ങനെ ആകെ ടോട്ടല് 110 സീറ്റാണുള്ളത്. അതിൽ നിന്ന് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് ഓരോ കാറ്റഗറിയിലും 3, 1, 1, 1, 1, 6, ആകെ ടോട്ടൽ 6 ഡിസബിലിറ്റി പേഴ്സൺസിന്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ പെർസെന്റേജിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട് ചെയ്യും. 2 വിഭാഗങ്ങളിൽ. ഈ ഐലറ്റിന്റെ ടെസ്റ്റിന്റെ ഫോർമാറ്റ് കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. മറ്റെടുത്ത് 5 വിഷയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള സെക്ഷനാണ്, 3 സെക്ഷനുകളാണ് ഇതിനകത്ത് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 50 ചോദ്യങ്ങൾ 50 മാർക്ക്. സെക്ഷൻ B കറണ്ട് അഫയേഴ്സ് ആൻഡ് GK 30 ചോദ്യങ്ങൾ 30 മാർക്ക്. സെക്ഷൻ സിയിൽ ലോജിക്കൽ റീസണിങ് 70 ചോദ്യങ്ങൾ 70 മാർക്ക്. 25% ഡിഡക്ഷൻ നെഗറ്റീവ്. സെയിം മാർക്ക് ഉണ്ടെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിന്റെ മാർക്കും ദെൻ ഏജും കമ്പ്യൂട്ടർ എടുക്കുന്ന ടോക്കണിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കും. ഫീസ് സ്ട്രക്ചർ 1,56,000. നോൺ സാർക്ക് കൺട്രീസിലെ ആളുകൾക്കാണെങ്കിൽ $12,600 സാർക്ക് കൺട്രീസിലാണെങ്കിൽ 6,300. അക്കാഡമിക് സർവീസിന് അഡീഷണൽ ആയിട്ട് 43,000 റുപ്പീസ് ഉണ്ട്. ഏകദേശം അറൌണ്ട് നമുക്ക് 2,25,000 ഓരോ വർഷവും കൊടുക്കണം. ഹോസ്റ്റൽ ഫീസ് 89,000 ഉണ്ട് പെർ ഇയർ. മെസ് ഫീസ് 45,000 രൂപയുണ്ട്. അത് കൂടാതെ അഡ്മിഷൻ ടൈമിൽ ഒരു വൺ ടൈം ഫീ ആയിട്ട് 32,000 ഫീസ് വരും. LLMന്റെ സീറ്റ് മെട്രിക്സും ഇവിടെ അതേ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് പാറ്റേൺ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 100 ആണ്. അപ്പോൾ ലോ പഠിച്ചു കഴിയുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് അവർ പഠിച്ചിട്ടുണ്ട്.
ഫാമിലി ലോ പഠിച്ചിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ലോ പഠിച്ചിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ പഠിച്ചിട്ടുണ്ട്, കമ്പനി ലോ പഠിച്ചിട്ടുണ്ട്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പഠിച്ചിട്ടുണ്ടാവും, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് അവർ ഓൾറെഡി കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഇതിൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് സിലബസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ലോയും കോൺസ്റ്റിറ്റ്യൂഷൻ ലോയും ഇതിന്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ്. അടുത്തത് നമ്മളുടെ തൊട്ടടുത്ത ന്യൂവാൽസിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പറയേണ്ടതുണ്ട്. ന്യൂവാൽസിൽ ഈ പറയുന്ന പോലെ സ്റ്റേറ്റ് ലെവലിലുള്ള റിസർവേഷൻസ് ബാധകമാണ്. മാരിടൈം ലോയിലും മാരിടൈം ട്രാൻസാക്ഷനിലും സൈക്കോളജിക്കൽ മെഡിസിനിലും മീഡിയ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, അതുപോലെ ഫോറൻസിക് സയൻസ്, ഹിസ്റ്ററി ഓഫ് സ്റ്റാറ്റ്യൂട്ടറി പ്രിസംപ്ഷൻ, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ വിഷയങ്ങളും ന്യൂവാൽസ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 5 വർഷത്തെ പ്രോഗ്രാമും 1 വർഷത്തെ LLM പ്രോഗ്രാമുമാണ്. അവര് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇന്റർനാഷണൽ ട്രേഡ് ലോ ഉണ്ട്, പബ്ലിക് ഹെൽത്ത് ലോ ഉണ്ട്, PG ഡിപ്ലോമ, മെഡിക്കൽ ലോസ് ആൻഡ് എത്തിക്സ്, സൈബർ ലോ, ബാങ്കിങ് ലോ, ഇൻഷുറൻസ് ലോ ആൻഡ് എഡ്യൂക്കേഷൻ ലോ, മാനേജ്മെന്റ് തുടങ്ങിയ പ്രോഗ്രാമുകളൊക്കെ ന്യൂവാൽസിൽ നടക്കുന്നുണ്ട്. ഇന്റഗ്രേറ്റഡ് LLM PhD ഡിഗ്രി ഉണ്ട്. അതുപോലെ 3 ഇയർ എക്സിക്യൂട്ടീവ് LLM ഡിഗ്രി വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും LLM ഡിഗ്രി 3 ഇയേഴ്സ് ആയിട്ട് അവർ നടത്തുന്നുണ്ട്. പരമ്പരാഗത പഠനത്തെക്കാളേറെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ ലോ മേഖലയിലേക്കുള്ള സ്കിൽസും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കരിക്കുലം രൂപീകൃതമാക്കിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 4 സെമസ്റ്ററുകളിൽ അതിന് വേണ്ടിയിട്ട് ലൈഫ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രോഗ്രാംസ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ എമിനന്റ് ജഡ്ജസിനെ കൊണ്ട് ഉള്ള സ്പെഷ്യൽ ലെക്ചേഴ്സും, അതുപോലെ വിസിറ്റിംഗ് ഫെലോസ് ഉണ്ട്, വിദേശത്തുള്ള ഫെലോസിനെ കൊണ്ടുവന്നിട്ട് ന്യൂവാൽസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഇത് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ട്. മറ്റ് യൂണിവേഴ്സിറ്റി ഡൽഹിയും ഇതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് വിദേശ ഫാക്കൽറ്റീസ്, നമ്പർ ഓഫ് ഫോറിൻ ഫാക്കൽറ്റീസ് കുറവായിരിക്കാം, എന്നാലും അത് മോശമല്ല. അതുപോലെ തന്നെ ന്യൂവാൽസ് ഇപ്പോ മിക്ക ലോ യൂണിവേഴ്സിറ്റികളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. നമുക്കറിയാം, ലോ മേഖലയിൽ ഒരു കോടതിയിൽ ഒരു കേസ് എത്തിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സിവിൽ കേസുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ, അതിന്റെ തീർപ്പ് ആവണമെങ്കിൽ വർഷങ്ങളോളം നിലനിൽക്കും. ചിലപ്പോൾ 15, 20, 30 വർഷങ്ങളൊക്കെ നീണ്ടു നിൽക്കുന്ന കേസുകൾ ഉണ്ടാവും. ഒരു ജഡ്ജി സർവീസിൽ കയറി അയാൾ റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ആയി പുറത്തേക്ക് പോയാലും കേസ് ഒരിക്കലും തീരാത്ത രൂപത്തിൽ ലിറ്റിഗേഷൻസ് നീണ്ടു പോകുന്നുണ്ട്. അപ്പൊ അത്തരം കേസിൽ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ഇത് നമ്മളുടെ രാജ്യത്ത് മാത്രമല്ല ഇന്റർനാഷണൽ തലത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ലോ മേഖലയിൽ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. കോടതിയിൽ വാദപ്രതിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് കക്ഷികൾ തമ്മിൽ ഒരു ആർബിട്രേറ്ററുടെയോ അല്ലെങ്കിൽ ഒരു കോൺസിലേറ്ററുടെയോ മധ്യസ്ഥതയിൽ ഇരുന്നു കൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കോടതിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയത്തിൽ നിന്ന് അനുവാദത്തോടുകൂടി ഇത് പരിഹരിക്കാവുന്ന രൂപത്തിലാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളിലും ന്യൂവാൽസ് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് ധാരാളം ചെയ്യുന്നുണ്ട്. സാമൂഹ്യ ആവശ്യത്തിന് എങ്ങനെ നിയമപഠനം ഉപയോഗപ്പെടുത്താം എന്നുള്ള നിലക്ക് ഗവേഷണം നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ലോ ആൻഡ് അഗ്രികൾച്ചർ സെന്റർ ഉണ്ട്, ലോ ആൻഡ് ഡെവലപ്മെന്റ് ഉണ്ട്, പാർലമെന്ററി സ്റ്റഡീസ് ആൻഡ് ലോ റിഫോം സ്റ്റഡീസ് ഉണ്ട്, ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഓഫ് പോലീസ് സ്റ്റഡീസ് എന്ന് പറയുന്ന മേഖലയുണ്ട്. ഇപ്പോ കളമശ്ശേരിയിലാണ് ന്യൂവാൽസിന്റെ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആദ്യം ഫോം ചെയ്യുമ്പോൾ ഇത് ബാർ കൗൺസിലിന്റെ ഒരു കോളേജായിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് നിയാൽസ് എന്നായിരുന്നു. പിന്നീട് അത് നിയമം പാസ്സാക്കി ന്യൂവാൽസ് എന്ന് പറയുന്ന ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ആയി മാറുകയുണ്ടായത്. ഇന്റേൺഷിപ്പ് കമ്മിറ്റിയും പ്ലേസ്മെന്റ് കമ്മിറ്റികളും ഉണ്ട്. കോർപ്പറേറ്റ് സെക്ടറിൽ ധാരാളം പ്ലേസ്മെന്റ് ഉണ്ട്. ഗോൾഡ് മെഡൽ എൻഡോമെന്റ് ഗോൾഡ് മെഡൽ നേടുന്നവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിലും ക്രിമിനൽ ലോ പ്രൊസീജിയറിലും പബ്ലിക് ലോയിലും ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുന്നുണ്ട്. ദേശീയ അന്തർദേശീയ തലത്തിലെ മൂട്ട്കോട്ട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്ത് സമ്മാനം നേടിയവരാണ് നമ്മളുടെ ന്യൂവാൽസിന്റെ ടീം. അതുപോലെ NLS നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ, അതിന്റെ പേര് വ്യത്യാസമുണ്ട്. നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ
യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരു എന്നാണ് ശരിയായ പേര്. അവിടെയും ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഇന്ത്യയിലെ റാങ്ക് 1 NIRF റാങ്കിങ്ങിൽ ഒന്നാമതുള്ള യൂണിവേഴ്സിറ്റി എന്നുള്ള നിലക്ക് നമ്മൾ അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൺസോർഷ്യത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും ബാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ ധാരാളം വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട്. ഭരണഘടനാ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി ഈ കാര്യങ്ങളിൽ ലോ പഠനത്തിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സർവകലാശാലയാണ് നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ. അതായത് ഗവൺമെന്റ് സെക്ടറുമായിട്ടും സുപ്രീം കോടതിയും ഒക്കെ ആയിട്ടും നല്ല റിലേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ലോ പഠനത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ്. അതുപോലെ ഗവേഷണം പല പ്രമുഖ സ്ഥാപനങ്ങളുമായിട്ട് IIT-കൾ അടക്കമുള്ള IIT ബോംബെയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് നിയമം, കൺസ്യൂമർ ലോയൊക്കെ എങ്ങനെ ശരിയാക്കാം, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ള നിലക്കുമൊക്കെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂരു യൂണിവേഴ്സിറ്റി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അവർ ജേർണൽസ് 9 അക്കാഡമിക് ജേർണൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സർവകലാശാലകളാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ. മറ്റൊന്ന് നൽസർ ഹൈദരാബാദ് ആണ്. അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രോഗ്രാമിന് അപ്പുറത്തേക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്, അതുപോലെ NMET നൽസർ മാനേജ്മെന്റ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് വഴിക്കാണ് അവരുടെ പ്രവേശനം നടത്തുന്നത്. ക്ലാറ്റുമായിട്ട് അതിന് നേരെ ബന്ധമില്ല. അതേസമയം IPM-ന് IPM മാറ്റ് ഇൻഡോർ IIM നടത്തുന്ന ടെസ്റ്റ് കൂടി ഇവര് പരിഗണിക്കാറുണ്ട്, നൽസർ ഹൈദരാബാദ്. അപ്പൊ ഇത്തരം പ്രത്യേകതകള് ധാരാളമുള്ള സർവകലാശാലകളാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികള്. അപ്പൊ അവിടുത്തെ ഫോറിൻ ഫാക്കൽറ്റികൾ ഉണ്ട്, ഇന്റർനാഷണൽ കോഓപ്പറേറ്റ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞു വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾക്കുള്ളത്. അതുപോലെ ഓഫീസ് ഓഫ് കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ്സ്, ഡിസൈൻ, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, സെമി കണ്ടക്ടർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ലേഔട്ട് ഡിസൈൻ രജിസ്ട്രി, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഈ മേഖലയിലൊക്കെ പുതിയ നിയമങ്ങൾ വളർന്നു വരുവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം. ഇപ്പൊ പേറ്റന്റ് ഒക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു പേറ്റന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ ഗവേഷണങ്ങൾ കൂടുതലും നടത്തിക്കൊണ്ടത്. അപ്പൊ പേറ്റന്റിന് കുറെ നിയമങ്ങളുണ്ട്. അത് സ്പെസിഫിക്കേഷൻ എപ്പോ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, എത്ര നാളത്തേക്കാണ് ഈ പേറ്റന്റ് ലഭിക്കുന്നത്, അതിന്റെ ഫീസ് അടച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ അതിന്റെ നിയമങ്ങൾ പുതിയ മേഖലയിലേക്ക് പോകേണ്ടതുണ്ട്, പുതിയ തലത്തിൽ പോകേണ്ടതുണ്ട്. അതുപോലെ ഡിസൈൻ, ഒരാൾ ഡിസൈൻ ചെയ്ത് മറ്റൊരാൾ എടുത്ത് ഉപയോഗിച്ചാലുള്ള നിയമപ്രശ്നങ്ങൾ, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പുസ്തകത്തിന്റെ നിയമപരമല്ലാത്ത, അനുവാദമില്ലാത്ത കോപ്പിറൈറ്റുകൾ നടത്തുക. അപ്പൊ നമ്മൾ ചില PPT-കളൊക്കെ ഷെയർ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില ലിമിറ്റേഷൻ ഉണ്ടാവണം. നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഡിസൈനൊക്കെ എടുത്തിട്ടുണ്ടാവും. അത്രത്തോളം വലിയ പ്രശ്നമില്ല, കാരണം അതിൻ്റെ അകത്ത് കോപ്പിറൈറ്റിന്റെ അകത്ത് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിൽ ഇളവുണ്ട്. അത് പ്രൊഫഷണൽ ആയിട്ട് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരുന്നാൽ പ്രശ്നമില്ലാത്തതാണ് കോപ്പിറൈറ്റിന്റെ കാര്യത്തിലൊക്കെ ഉള്ളത്. ഇപ്പൊ ഏതെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഏതെങ്കിലും പുസ്തകത്തിലെ ഒരു കോട്ട് ഏതെങ്കിലും ഒരു സിനിമയിൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു സാറോ ഉപയോഗിച്ചാൽ അത് നിയമപരമായ പ്രശ്നമൊന്നും വരില്ല. അതുപോലെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഇപ്പൊ തലശ്ശേരി ബിരിയാണി, ആ സാധനത്തിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേസമയം ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിലെ വാഴക്കുളം പൈനാപ്പിൾ എന്ന് പറയുന്ന സാധനത്തിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉള്ളതാണ്. അപ്പൊ അത് ഒരു സൊസൈറ്റിയാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ആ ഒരു സിമ്പിൾ വെച്ചിട്ട് ആ ഒരു ജോഗ്രഫിക്കൽ ആ ജോഗ്രഫിയുടെ പ്രത്യേകത വെച്ചിട്ട് ഉണ്ടാകുന്ന ആ ഫലം എന്നുള്ള നിലക്ക് അത് രജിസ്റ്റർ ചെയ്യപ്പെടും. അതുപോലെ പല സാധനങ്ങളുണ്ട് ഈ പൈനാപ്പിൾ പോലെ തന്നെ. തലശ്ശേരി ബിരിയാണി എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുന്ന ആ സ്റ്റൈല് അവര് തലശ്ശേരിയിലെ ആൾക്കാരോ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയോ ഇതാണ് ഞങ്ങളുടെ സ്റ്റൈൽ, ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് തലമുറ കൈമാറി വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ തലശ്ശേരി ബിരിയാണി പേറ്റന്റിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് മറ്റു സ്ഥലത്ത് തുടങ്ങാൻ പറ്റില്ല എന്നൊക്കെ അതിൻ്റെതായ നിയമങ്ങളുണ്ട്. അപ്പൊ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിലും സൈബർ ലോയിലും ഒക്കെ ഇപ്പോൾ വളരെയധികം ഫാസ്റ്റായിട്ട് നിയമം
ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ ഈ ലോ യൂണിവേഴ്സിറ്റികൾ ഇതിന്റെ കറസ്പോണ്ടിങ് ഓഫീസുമായിട്ടും ഇന്റർനാഷണൽ ഓർഗനൈസേഷനുമായിട്ടും വളരെയധികം അടുത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ മേഖലയിലുള്ള കുട്ടികൾക്ക് ജഡ്ജ്, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന ഡിഫൻസിലെ ജഡ്ജ് പോസ്റ്റിൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഇവർ ക്ലിയർ ചെയ്യാം. കാരണം അക്കാഡമിക് ആയിട്ട് വളരെ ഉയർന്ന നിലവാരമുള്ള കുട്ടികളാണ്. കാരണം പ്യൂർലി ലോയിനെ വിശദമായ മേഖലയിൽ നിന്ന് പല ആംഗിളുകളിൽ നിന്ന് കാണാനുള്ള സാധ്യത ഇവർക്ക് ലഭിക്കുന്ന ഫാക്കൽറ്റികളും ഇവർക്ക് ലഭിക്കുന്ന മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും ഉപയോഗിച്ചിട്ട് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് സാധിക്കുന്നുണ്ട്. മറ്റൊരു സംഗതി കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ടത്, കോർപ്പറേറ്റില് കുട്ടികൾക്ക് ജോലി കിട്ടുന്നു എന്ന് പറയുമ്പോൾ 12-13 ലക്ഷം രൂപ ഉള്ള ജോലികൾ ആനുവലായിട്ട് കിട്ടും. അപ്പൊ ഇതുകൊണ്ട് ഈ ഉയർന്ന ഫീസുകൾ വളരെ ചുരുങ്ങിയ ലോ യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് 1 ലക്ഷത്തിൽ താഴെയുള്ള ഫീസ്. ബാക്കിയുള്ളിടത്തൊക്കെ 2 ലക്ഷവും അതിന് മേലെയുമുള്ള ഫീസാണ് വരുന്നത്. അപ്പൊ ഈ ഫീസ് ഈ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് ഉള്ള ജോലി വഴി അവർക്ക് 2-3 കൊല്ലം കൊണ്ട് കൊടുത്ത ഫീസ് 1-2 കൊല്ലം കൊണ്ട് നേടിയെടുക്കാം. പക്ഷെ ലോങ് ടേമിൽ ഈ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യണത് വലിയ പ്രയാസമാണെന്നാണ്. എനിക്ക് BA LLB പഠിച്ച കുട്ടികളെ ആരെയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അങ്ങനെ എന്റെ 1-2 സ്റ്റുഡൻസ് LLM പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവരുമായി കോണ്ടാക്ട് ചെയ്തപ്പോൾ തെലങ്കാനയിലുള്ള ഒരു പെൺകുട്ടിയുമായി ഇന്നലെ രാത്രി സംസാരിച്ചു. അപ്പൊ അവർ പറഞ്ഞ കോർപ്പറേറ്റ് സെക്ടർ അധികം കാലം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അത് തന്നെയല്ല, നമ്മൾക്ക് വളരാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ കോർപ്പറേറ്റ് സെക്ടറിന് അപ്പുറത്തേക്ക് ലീഗൽ പ്രാക്ടീഷണർ, കാരണം 12-13 മണിക്കൂറുകൾ പണിയെടുപ്പിച്ചിട്ടാണ് കോർപ്പറേറ്റ് സെക്ടർ പണി തരുന്നത്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വായിച്ചായിരുന്നു, ഒരു ഏണസ്റ്റ് ആൻഡ് യങ്ങില് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വർക്ക് ലോഡ് കൂടിയിട്ട് മരിച്ചുപോയ കാര്യം. അപ്പൊ അതുപോലെ വർക്ക് ലോഡ് കോർപ്പറേറ്റ് സെക്ടർ നന്നായി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം. അപ്പോ ഇതിന്റെ അകത്ത് ലീഗൽ ഓഫീസറായിട്ട് തന്നെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, കോടതിയിൽ തന്നെ പോയി നിന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആൾക്കാർ ചിലവരും എന്ത് ചെയ്യില്ല, ജഡ്ജിന്റെ ടെസ്റ്റ് പോലും എഴുതാത്ത ആളുകളുണ്ട്. ജഡ്ജിന്റെ ടെസ്റ്റ് പോലും അവർ എഴുതൂല. അവര് പരമാവധി എഴുതാവുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ടെസ്റ്റ്. കാരണം ചെയ്യേണ്ട പണി ഒരു അഡ്വക്കേറ്റിന്റെ പണി തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ചെയ്യുന്നത്. എന്നാലും വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ജോലികൾ ഇതിന്റെ അകത്ത് സാധ്യതകളുണ്ട്. തൽക്കാലം നിർത്തുകയാണ്. താങ്ക് യു.